നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 4 കോടി രൂപ വില വരുന്ന 4 കിലോ മെത്താക്യുലോണുമായി ടോഗോ സ്വദേശിയായ വനിത കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. വൻ ലഹരിവേട്ടയാണ്. 4 കോടി രൂപയുടെ, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന 4 കോടി രൂപയുടെ ലഹരിയാണ് പിടികൂടിയിരിക്കുന്നത്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, അന്തർദേശീയ മാർക്കറ്റിൽ 4 കോടി രൂപ വില വരുന്ന മെത്താക്യുലോൺ എന്ന് പറയുന്ന അതിമാരകമായ ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. മനോ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഖത്തറിൽ നിന്ന് എത്തിയ വിമാനമാണ്. ഖത്തറിൽ നിന്ന് കൊച്ചി വഴി നെടുമ്പാശ്ശേരിയിലേക്ക് പോകേണ്ടതായിരുന്നു യാത്രക്കാരി. ആഫ്രിക്കയിലെ ടോഗോലാൻഡ് സ്വദേശി, ടോഗോ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന സ്ഥലമാണ് ടോഗോലൈസ്. ഈ ടോഗോലൈസ് സ്വദേശിയായ യുവതിയാണ് പിടിയിലായിട്ടുള്ളത്. ലത്തിഫാറ്റു ഔറോ അഗോറോ എന്നാണ് അവരുടെ പേര്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗേജിൽ നിന്നാണ് ഈ 4 കിലോ മെത്താക്യുലോൺ പിടികൂടിയിട്ടുള്ളത്. ഈ മരുന്ന് ബാഗിനുള്ളിൽ പ്രത്യേക അറകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ എയർ കസ്റ്റംസും അതോടൊപ്പം തന്നെ സിയാലിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പിടികൂടിയത്. പരിശോധനയിലാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഈ ലഹരി മരുന്ന് കണ്ടെത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ 4 കോടിയോളം രൂപ വില വരും എന്നാണ് എയർ കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത്. ഒരു കിലോയ്ക്ക് 1 കോടിയോളം രൂപ തന്നെ വില വരും. അങ്ങനെ 4 കിലോ ലഹരി മരുന്നാണ്, അതിമാരകമായ ലഹരി മരുന്നാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റു ഉറവിടങ്ങൾ കൂടി ഇപ്പോൾ എയർ കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ്. ഇവർക്ക് ഏതെങ്കിലും വലിയ ഈ മയക്കുമരുന്ന് കടത്ത് സംഘത്തിൻ്റെ കണ്ണിയാണോ എന്നാണ് അന്വേഷിക്കുന്നത്. എന്തായാലും മയക്കുമരുന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ദോഹയിൽ നിന്നാണ്. കൊച്ചി വഴി ദില്ലിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. ദില്ലിയിലേക്കുള്ള വിമാനത്തിലേക്ക് പോകുന്നതിന് മുൻപായുള്ള പരിശോധനയിലാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയത്. മനു, ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് ഈ യുവതി എന്ന സംശയമാണോ ഇപ്പോൾ ഉള്ളത്? അതിന്റെ ഭാഗമായിട്ട് ആ രീതിയിലാണോ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മനു, ഒരു വിമാനത്തിൽ ഇത്രയും ദൂരം, അതായത് ദോഹയിൽ നിന്ന് കൊച്ചി വഴി ദില്ലിയിലേക്ക് പോകുന്ന വിമാനമാണത്. അതിൽ ഒറ്റയ്ക്ക് ഇത്രയും മയക്കുമരുന്നുമായി യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് പിന്നിൽ എന്തായാലും വലിയൊരു ശക്തി അവർക്കുണ്ടാകണം, വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടെന്നൊരു സംശയം എന്തായാലും എയർ കസ്റ്റംസിനുണ്ട്. ആ രീതിയിലാണ് എന്തായാലും എയർ കസ്റ്റംസിൻ്റെ അന്വേഷണം നടന്നു വരുന്നത്. നിലവിൽ മരുന്ന് സീസ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ഈ ടോഗോ സ്വദേശിയായ 41 വയസ്സുകാരിയായ യുവതി ഇപ്പോൾ എയർ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. തുടർ നടപടികൾ നടന്നു വരുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് മറ്റ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘവുമായി ഈ ബന്ധമുണ്ടോ എന്നതും ഒപ്പം കേരളത്തിൽ ഇതിന് നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് കൂടി എന്തായാലും വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. മറ്റ് ഇന്ത്യയിലെ ഇവരുമായി ബന്ധമുള്ള കണ്ണികളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മനു.